മലയാളിയായ റഫീഖ് നേപ്പാളിൽ നിന്നും ചേരുന്നുണ്ട്. റഫീഖ്, ഇപ്പോഴവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? ഇപ്പോൾ ജനജീവിതമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ്. ഞങ്ങൾ ശരിക്കും 40 പേരടങ്ങുന്ന ഒരു 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 സംഘം സ്കൈക്രൂ ഹോളിഡേയ്സ് എന്നുള്ള ട്രാവൽ കമ്പനിയുടെ നേതൃത്വത്തിൽ, ഞാൻ ആ കമ്പനിയുടെ ഡയറക്ടറാണ്. ഞങ്ങൾ മിനിയാന്ന് ഇവിടെ ലാൻഡ് ചെയ്തതാണ് 8 തീയതി മോർണിംഗ്. ഞങ്ങള് ഇന്നലെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായത്. പ്രശ്നം ഒന്ന് സ്റ്റാൻഡ് സ്റ്റിൽ സിറ്റുവേഷനിലേക്ക് പോയത് ഇന്നലെയാണ്. മിനിയാന്നെല്ലാം ആസ് യൂഷ്വൽ നോർമൽ ആയിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ 40 പേരുണ്ട്. 9 വയസ്സുള്ള കുട്ടി മുതൽ 76 വയസ്സുള്ള ഒരു ഏജുള്ള ആളുകൾ വരെയുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ. 40 പേര് കോഴിക്കോട് നിന്നുള്ള ട്രാവൽ കമ്പനിയാണ് ഞങ്ങൾ. ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മാറി. വളരെ സേഫാണ്. ഇവിടെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടുത്തെ എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ നിലവിൽ ഞങ്ങളെല്ലാം ഓക്കെയാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കൂടെയുള്ള ഗ്രൂപ്പും ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പനിയും എല്ലാ രീതിയിലുള്ള സഹായം ചെയ്യുന്നുണ്ട്. ഞാനും ഇവിടെ കൂടെയുണ്ട്. ഞങ്ങൾ 40 പേരുണ്ട്. 40 പേരും സുരക്ഷിതരാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സുരക്ഷിതരാണ്. നിലവിലൊരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ ഞങ്ങൾ 40 പേർക്ക് 20 റൂം എന്നുള്ള രീതിയിൽ തന്നെ റൂമും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 ഹോട്ടലുകളിലായിട്ട്. കാരണം ഞങ്ങളുടെ വണ്ടി ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു രീതിയിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം 500 മീറ്റർ ദൂരത്തേക്ക് ഞങ്ങൾ ലഗേജ് എല്ലാം സ്വന്തം കയ്യിൽ ട്രോളിയൊക്കെ വലിച്ചിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നത്. ഇന്നലെ സിറ്റുവേഷൻ കുറച്ച് മോശമായിരുന്നു. ഇന്നലെ ഞങ്ങൾ താമസിക്കുന്നത് ഗൗശാല എന്ന് പറഞ്ഞിട്ട് കാഠ്മണ്ഡുവിൽ നിന്നും 8 കിലോമീറ്റർ ദൂരെയുള്ള ഗൗശാല എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രസിദ്ധമായ ഒരു പശുപതിനാഥ് ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുള്ളത്. ഇന്നലെ ഞങ്ങൾ ഈ പശുപതിനാഥ് ടെമ്പിളിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, വലിയൊരു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ റിക്വസ്റ്റുമായിട്ട് പോയിരുന്നു. സർ, കേൾക്കാവോ? ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ഹോട്ടലിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ചെന്നപ്പോ ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഈ ജൻജി പ്രവർത്തകര് ഒരു സ്ട്രൈക്കിന്റെ ഒരു മൂഡിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങളോട് പോലീസുകാർ മാറി നിൽക്കാൻ പറഞ്ഞു. ഒരു 200 മീറ്റർ ദൂരത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാനും എന്റെ കമ്പനിയുടെ എന്റെ ടൂറിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, ബഷീർ കാരശ്ശേരി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അവിടുന്ന് മാറി നിൽക്കുകയും ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. എന്ന് വെച്ചാൽ ഒരു വലിയൊരു പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ വാഹനങ്ങളും എല്ലാം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കത്തി നശിച്ചു. അത്രയും ഭീകരമായിരുന്നു ഇന്നലെ അവസ്ഥ. ഇന്നെല്ലാം കുറച്ച് ശാന്തമായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ പ്രശ്നമുള്ളത്, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടുത്തെ റോഡുകളും വാഹനങ്ങളൊന്നും ഓടാത്തതുകൊണ്ട് ഭക്ഷണത്തിനൊക്കെ വല്ല ബുദ്ധിമുട്ടോ വരുമോ എന്നുള്ളൊരു പേടിയാണ്. നിലവിൽ ഞങ്ങൾ ഹോട്ടലുകാരൊന്നും പറഞ്ഞിട്ടില്ല. എംബസിയുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഇന്ന് ഞങ്ങൾ എംബസിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ലെറ്റർ അയച്ചു. ഞങ്ങളുടെ 40 പേരുടെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇത് കൂടാതെ ഞങ്ങളെ MLA ബന്ധപ്പെടുന്നുണ്ട്. ജോൺ ബ്രിട്ടാസിന്റെ ഓഫീസിൽ നിന്ന് PA വിളിച്ചിരുന്നു. എല്ലാ രീതിയിലും എല്ലാ രാഷ്ട്രീയ അതുപോലെ പോലീസ് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ സ്റ്റേഷൻ പരിധി ഒന്ന് ശാന്തമാകുന്നു എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയെങ്കിൽ അധിക ദിവസം തീർച്ചയായിട്ടും ശാന്തമാകുന്നു എന്നുള്ള തോന്നൽ കാണുന്നു. ഒരുപക്ഷെ ഇന്ന് ഈവനിങ്ങോട് കൂടിയൊക്കെ എയർപോർട്ട് റീഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലൊന്നും ഇപ്പൊ ഇന്നൊരു പ്രശ്നങ്ങളുമില്ല. ഒറ്റ ജൻജി പ്രവർത്തകരും ഇവിടെ ഇല്ല. കാര്യം ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കംപ്ലീറ്റ് ഇവിടുത്തെ റോഡ്സ് എല്ലാം മിലിറ്ററി ഏറ്റെടുത്തിട്ടുണ്ട്. മിലിറ്ററി വളരെ അത്യാവശ്യം വണ്ടികൾ മാത്രമേ വിടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബൈക്കാണെങ്കിൽ പോലും അവരോട് ID കാർഡൊക്കെ ചോദിച്ച് എന്ത് കാര്യത്തിനാണ് പോകുന്നത്. ഒറ്റ വണ്ടിയില്ല റോഡില്. ശരി, എന്തായാലും റഫീഖ്, ബാക്കിയുള്ളവരെല്ലാം സേഫാക്കി ഇരിക്കുക. എത്രയും പെട്ടെന്ന് അധിക സമയം എടുക്കാതെ തിരികെ നാട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.